ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സോൺ 7 ശാസ്ത്ര പ്രദർശനങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജീവ് യു പി നിർവഹിച്ചു. രാജ്യത്തിന്റെ ബഹിരാകാശ നേട്ടങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുകയും വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര ഗവേഷണത്തിൽ കൂടുതൽ താൽപര്യം വളർത്തുകയുമാണ് ലക്ഷ്യം. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളം, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന സോൺ 7 സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിതുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജീവ് യു പി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. Many of you will be coming to ISRO or some other space agency, and you will be definitely contributing to the nation's growth in the space sector. Our Chandrayaan-1 moon impact probe landed on the moon. It's not landed; it impacted on the moon. It was on November 14th, the birthday of our beloved Jawaharlal Nehru. So Abdul Kalam ji, that time he told this point we call as Jawahar space, Jawahar Sthal on the moon. And when our Chandrayaan-3 landed, our Honorable Prime Minister Narendra Modi ji declared it as the Shiva Shakti point. And the date of landing on the moon, he declared that it will be celebrated as National Space Day all over India. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ബഹിരാകാശ ഗവേഷണത്തോടുള്ള താൽപ്പര്യവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ വിവിധ ശാസ്ത്രീയ സെഷനുകളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു. സോണൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സലിം എച്ച്, മെമ്പർ സെക്രട്ടറി ഡോക്ടർ സതീഷ് ചന്ദ്രൻ എം, ഇസ്രോ ഇനീഷ്യൽ യൂണിറ്റ് സിസ്റ്റം ഡയറക്ടർ ജോജി ജെ ചാമൻ, VSSC പ്രൊജക്ട് ഡയറക്ടർ ബിജു SR തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 23 വരെ വിവിധ കേന്ദ്രങ്ങളിലായി ശാസ്ത്ര ബഹിരാകാശ പരിപാടികൾ സോൺ 7 നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനം, തിരുവനന്തപുരം.